അപ്പോൾ ഗൈസ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചുരുളി ഉപ്പേരി വെക്കുന്ന ഒരു വീഡിയോയും കൂടിയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നാളെ ഷൂട്ട് ചെയ്യുന്നേരം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ ഗൈസ്. മഹിയിലല്ലേ നിങ്ങള്? ചുരുളിപ്പേരി എങ്ങനെയുണ്ട് പറ? എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ചുരുളിയൊക്കെ പറിച്ച് പിറ്റേന്ന് ഉച്ചക്കേക്ക് ഉണ്ടാക്കാന്നായിരുന്നല്ലോ പറഞ്ഞത്. അങ്ങനെ ഇതാ പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഞങ്ങൾ ചുരുളി ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ചുരുളി എടുത്തിട്ട് നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ചുരുളിപ്പേരി ഇതാ ചുരുളിപ്പേരി ഒക്കെ വേണ്ടി ചെമ്പരത്തി പൂവാട്ടോ. ഇതാണ് ഉമ്മന്റെ ഏറ്റവും ഇളയ അമ്മോനാണ്. അതെ, ഇളയ വലിയ അമ്മോനാണ്. എവിടെയും വർക്ക് ചെയ്യുന്നത് മാഹി. മാഹിയോ? അല്ലേ, മാഹിയിലല്ലേ നിങ്ങള്? ബോംബെ അധോലോകമാണ്. അങ്ങനെ ചുരുളിയൊക്കെ ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട്. ഒന്നാ അതിന്റെ കൂടെ പൊട്ടിച്ചു വിടണം. പാത്രം കൊടുക്കുമ്പോ ഇനി വേറെ പാത്രം എടുക്കി ഇത് കേട്ടോ. ഈ കിട്ടട്ടെ. ഇനി നിങ്ങൾ മുറിച്ചിട്ടുണ്ട്, വേഗം മുറിച്ചിട്ടുള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചുരുളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തൊരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ നല്ല പോലെ 2-3 വട്ടമായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു 10 ചെറിയുള്ളി, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കൂടുതൽ ഇടുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചുരുളിയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടി വെക്കുന്ന ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം വരെ നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക. എത്രത്തോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചുരുളിപ്പേരിക്ക്. അടുക്കളയെ സഹായി ഇനി വേണം. പുതിയ ഷെഫാണ്. തായേ, ഞാൻ ഇവിടെ എടുത്തല്ലോ. ദാ ഇങ്ങോട്ടേക്ക് വെളിച്ചെണ്ണ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം നമ്മുടെ ചുരുളി ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ. നല്ലപോലെ കുക്കായതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് ചിരകിയത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാണ്ട് മിക്സിയിൽ നമ്മൾ ബ്ലെൻഡ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ചിരകിയിട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. ഉപ്പൊക്കെ നോക്കാൻ പോവാണ്. ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നതിനിടയിൽ കൂടി വന്നിട്ട് ഇവൻ തോണ്ടി തിന്നു. റബിയോ വെള്ളം വറ്റിയില്ലല്ലേ? ഇതിൽ ഇറങ്ങുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഒന്ന് വറ്റണം. ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോപ്പാണ്, കളിക്കിയ കളിയല്ല. നല്ലോണം വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാനേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. പിന്നെ കാക്ക വന്ന് കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചു. റബി തിന്നു മാറി. ഐഷു ചുരുളിപ്പേരി എങ്ങനെ ഉണ്ട് നോക്ക്. ഐഷു ചുരുളിപ്പേരി എങ്ങനെ ഉണ്ട് പറ? ഇഷ്ടായോ? അങ്ങനെ നമ്മളെ ചുരുളിപ്പേരി ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇഷ്ടം ടേസ്റ്റ് ഉണ്ടല്ലോ പറയും പോലെ. വെറുതെ തിന്നാനാണ് ടേസ്റ്റ് ഇട്ടോ. കൊണ്ടേ കൊടുക്ക്. ഇതിപ്പോ ടേസ്റ്റ് നോക്കി ചോറിന് തിന്നാണ്ടാവില്ല. എല്ലാവർക്കും ഉച്ച തുളയിലെടുക്കാം. രാത്രി വീണ്ടും ചിക്കൻ ചൂടാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അവള് ചിക്കൻ ഇവിടെ ഇങ്ങനെ മേക്കിംഗ് ചെയ്തോണ്ടിരിക്കട്ടോ.
ഈ റബി എന്തേ തടീൻ്റെ തരുമോ? നോക്ക് എങ്ങനെയുണ്ട് കാക്ക പിന്നെയും വെളിച്ചെണ്ണ ഒഴിച്ചേ കൊണ്ട് ഇത്ര ടേസ്റ്റ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കൂല. സ്വാദിഷ്ടമായ ചുരുളി തോരൻ റെഡി. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി തിന്ന് കാണിച്ചു തരാതാ. കൈ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടി കൂടുതലാ. ഇവിടെ കൂടി ഒരു കൈയൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഞങ്ങൾ ഇനി ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ചുരുളി നിങ്ങളെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ വരുമ്പോൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ പറമ്പിലൊക്കെ പോയിട്ട് പറിക്കുക, ട്രൈ ചെയ്യുക അല്ലേ. ചോറുന്നുമ്പോ കൊതിച്ച വീഡിയോ ഓൺ ആക്കിയിട്ട് അതെ, അല്ലെങ്കിൽ ചോറുന്നുമ്പോൾ വീഡിയോ ആക്കിയിട്ട് കൊതിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.